എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള സാഹിത്യ പുരസ്കാരങ്ങളാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 11ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് സാറ ജോസഫ്. കൃതി എസ്റ്റർ. ഇപ്പോൾ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 11ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച വ്യക്തി സാറ ജോസഫാണ്. കൃതി എസ്റ്ററാണ്. 16ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവാണ് ബെന്യാമിൻ. 16ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ. അപ്പോൾ നിശബ്ദ സഞ്ചാരങ്ങൾ കൃതിക്ക് ബെന്യാമിന് 16ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചു. സാറ ജോസഫിന് എസ്റ്റർ എന്ന കൃതിക്ക് 17ാമത്തെ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചു. എന്നാൽ 15ാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സജിൽ ശ്രീധർ. 15ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച വ്യക്തി സജിൽ ശ്രീധർ. കൃതി വാസവദത്ത. വാസവദത്ത എന്ന കൃതിക്ക് സജിൽ ശ്രീധറിന് 15ാമത് മലയാറ്റൂർ പുരസ്കാരമാണ് ലഭിച്ചത്. അപ്പോൾ എസ്റ്റർ എന്ന കൃതി ആരുടേതാണ്? സാറ ജോസഫിൻ്റെ കൃതിയാണ് എസ്റ്റർ. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതി ആരുടേതാണ്? ബെന്യാമിൻ്റെ കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ. വാസവദത്ത എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ സജിൽ ശ്രീധറിൻ്റെ കൃതിയാണ് വാസവദത്ത. അടുത്തത് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് ബി ജനാർദ്ദനാണ്. അപ്പോൾ 2024 3ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് വി ജനാർദ്ദനൻ. കൃതി പെരുമലയനാണ്. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷനും മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് രണ്ട് അവാർഡാണ്. നേരത്തെ പറഞ്ഞത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ പുരസ്കാരമാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പുരസ്കാരമാണ്. ഈ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പുരസ്കാരം 2024 ലഭിച്ചത് ജനാർദ്ദനാണ്. കൃതി പെരുമലയനാണ്. എന്നാൽ ആദ്യമായിട്ട് മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രൻ. കൃതി സമുദ്രശിലയാണ്. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രൻ. കൃതി സമുദ്രശില. 2ാമത് ലഭിച്ചത് വി.ജെ. ജെയിംസിനാണ്. കൃതി ആൻറ്റി ക്ലോക്കാണ്. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 2ാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആൻറ്റി ക്ലോക്ക് എന്ന കൃതിക്ക് വി.ജെ. ജെയിംസിനാണ്. 2024 3ാമത്തെ മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജനാർദ്ദനൻ. വി ജനാർദ്ദനൻ. കൃതി പെരുമലയൻ. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ വിശിഷ്ടാംഗത്വം നേടിയത് 2 പേരാണ്. എം.ആർ. രാഘവ വാര്യറും സി.എൽ. ജോസുമാണ്. അപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ വിശിഷ്ടാംഗത്വം ലഭിച്ചത് 2 പേർക്ക്. ആരൊക്കെയാണ്? എം.ആർ. രാഘവ വാര്യർ, സി.എൽ. ജോസ്. എം.ആർ. രാഘവ വാര്യർക്കും സി.എൽ. ജോസിനും 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിൻ എന്ന നോവലാണ്. ഹരിദാസ് സാവിത്രിയാണ് രചിച്ചത്. ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവലാണ് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മികച്ച നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച കവിതയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുത്ത കവിതകളാണ്. കൽപ്പറ്റ നാരായണൻ്റെ തിരഞ്ഞെടുത്ത കവിതകളാണ്. ഇപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച കവിത തിരഞ്ഞെടുത്ത കവിതകൾ രചയിതാവ് കൽപ്പറ്റ നാരായണൻ. ചെറുകഥയാണ് രാജൻ. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ആണ്. അപ്പോൾ മികച്ച ചെറുകഥയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജൻ്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ആണ് മികച്ച ചെറുകഥ. അപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച നോവൽ ഹരിദാസ് സാവിത്രിയുടെ സി. മികച്ച കവിത കൽപ്പറ്റ നാരായണൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ. മികച്ച ചെറുകഥ രാജൻ്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ്. മികച്ച ബാലസാഹിത്യ കൃതി പെൺകുട്ടിയും കൂട്ടരും. മികച്ച ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗ്രേസിക്കാണ്. പെൺകുട്ടിയും കൂട്ടരും എന്ന ബാലസാഹിത്യ കൃതിക്ക്. ഇപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ബാലസാഹിത്യ കൃതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെൺകുട്ടിയും കൂട്ടരും. രചയിതാവ് ഗ്രേസി. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഹാസ്യ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സുനീഷ് വാരനാടാണ്. 2023
കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഹാസ്യ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സുനീഷ് വാരനാട്. ഹാസ്യ സാഹിത്യ കൃതിയാണ് വാരനാടൻ കഥകൾ. വാരനാടൻ കഥകൾ എന്ന കൃതിക്കാണ് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി സുനീഷ് വാരനാടാണ്. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം യാത്രാ വിവരണം പുരസ്കാരം ലഭിച്ചത് നന്ദിനി മേനോൻ. ആംജോ ബെസ്റ്റാർ നന്ദിനി മേനോൻ്റെ ആംജോ ബെസ്റ്റാർ എന്ന യാത്രാ വിവരണത്തിനാണ് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. നന്ദിനി മേനോൻ്റെ ആംജോ ബെസ്റ്റാർ എന്ന യാത്രാ വിവരണത്തിന് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇനി 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ബാലസാഹിത്യ കൃതിയാണ് പെൺകുട്ടിയും കൂട്ടരും. പെൺകുട്ടിയും കൂട്ടരുമാണ് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി. രചിച്ചത് ഗ്രേസിയാണ്. ഇനി 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഹാസ്യ സാഹിത്യത്തിൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സുനീഷ് വാരനാടാണ്. സുനീഷ് വാരനാട് ഹാസ്യ സാഹിത്യത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗിരീഷ് PC-യുടെ E for Oedips ആണ്. ഇപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഗിരീഷാണ്. നാടകത്തിൻ്റെ പേരെന്താണ്? E for Oedips. E for Oedipus എന്ന നാടകത്തിനാണ് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇനി 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് ലഭിച്ചത് സന്തോഷ് കുമാർ. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാറിനാണ്. കൃതി തപോയ്മയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാർ. കൃതി തപോയ്മയുടെ അച്ഛൻ. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവാണ് റഫീഖ് അഹമ്മദ്. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? റഫീഖ് അഹമ്മദിനാണ്. അപ്പോൾ 2024 ആർക്കാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ റഫീഖ് അഹമ്മദിനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനും 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിസ്വ റായിക്കാണ്. 2024 ONV സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് പ്രിസ്വ റായ്. പ്രിസ്വ റായ് ഒഡിയ എഴുത്തുകാരിയാണ്. സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. ഇപ്പോൾ 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രിസ്വ റായിയുടെ ഒഡിയ എഴുത്തുകാരിയാണ്. സമ്മാനത്തുക എന്ന് ചോദിച്ചാൽ അത് 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ONV സാഹിത്യ അക്കാദമിയുടെ ONV സാഹിത്യ പുരസ്കാരത്തിന് സമ്മാനത്തുക 3 ലക്ഷം രൂപ. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിസ്വ റായിക്കാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. അങ്ങനെയാണെങ്കിൽ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. അപ്പോൾ SK വസന്തന് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നു. 2024 NS മാധവന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിന് ലഭിക്കുന്നു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തന്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2024 വയലാർ അവാർഡ് ജേതാവാണ് അശോകൻ ചരുവിൽ. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിലാണ്. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിൽ. അദ്ദേഹത്തിൻ്റെ നോവലാണ് കാട്ടൂർ കടവ്. ഇപ്പോൾ കാട്ടൂർ കടവ് എന്ന നോവലിന് 2024 വയലാർ അവാർഡ് ലഭിച്ചു. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ നമ്പിക്കാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ നമ്പി. ശ്രീകുമാരൻ നമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ നമ്പി. ശ്രീകുമാരൻ നമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. അതിനാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് 1977. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ലളിതാംബിക അന്തർജനത്തിനാണ്. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ആദ്യമായി ലഭിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ലളിതാംബിക അന്തർജനമാണ്. കൃതി അഗ്നിസാക്ഷി.
2024 54ാമത് ഓടക്കൽ പുരസ്കാര ജേതാവാണ് കെ അരവിന്ദാക്ഷൻ. 2024 54ാമത് ഓടക്കൽ പുരസ്കാര ജേതാവ് അരവിന്ദാക്ഷനാണ്. നോവൽ ഗോവ. അപ്പോൾ ഗോവ എന്ന നോവലിന് 2024 54ാമത് ഓടക്കൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കെ അരവിന്ദാക്ഷൻ. 2023 ഓടക്കൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. 2023 ഓടക്കൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. അപ്പോൾ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് 2023 ഓടക്കൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് PN ഗോപികൃഷ്ണനാണ്. അങ്ങനെയാണെങ്കിൽ 2022 ഓടക്കൽ പുരസ്കാര ജേതാവാണ് അംബികാസുധൻ മങ്ങാട്. കൃതി പ്രാണവായു. 2022 ഓടക്കൽ പുരസ്കാര ജേതാവാണ് അംബികാസുധൻ മങ്ങാട്. കൃതി പ്രാണവായുവാണ്. അപ്പോൾ ഗോവ എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് കെ അരവിന്ദാക്ഷൻ. കവിത മാംസഭോജിയാണ് എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ PN ഗോപികൃഷ്ണൻ. പ്രാണവായു എന്ന കൃതി രചിച്ചത് അംബികാസുധൻ മങ്ങാട്. 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അപ്പോൾ 2024 പ്രഖ്യാപിച്ച 17ാമത് ബഷീർ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ് എന്നുള്ളതാണ്. 16ാം ബഷീർ പുരസ്കാരം 2023 ഈ സന്തോഷ് കുമാറിൻ്റെ നാടകങ്ങളുടെ ഉപമ. 16ാമത് ബഷീർ പുരസ്കാരം 2023 ഈ സന്തോഷ് കുമാർ. കൃതി നാടകങ്ങളുടെ ഉപമ. അപ്പോൾ നാടകങ്ങളുടെ ഉപമ എന്ന കൃതി രചിച്ചത് ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിനാണ് 16ാമത് ബഷീർ പുരസ്കാരം 2023 ലഭിച്ചത്. 15ാം ബഷീർ പുരസ്കാരം 2022 ലഭിച്ചത് M മുകുന്ദനാണ്. 15ാം ബഷീർ പുരസ്കാരം 2022 ലഭിച്ചത് M മുകുന്ദൻ. അപ്പോൾ 2022 15ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്ക് M മുകുന്ദൻ 2022 നാടകങ്ങളുടെ ഉപമ എന്ന കൃതിക്ക് സന്തോഷ് കുമാറിന് 2023 കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് PN ഗോപികൃഷ്ണൻ 2024 ലഭിച്ച ബഷീർ അവാർഡ് ലഭിച്ചു. 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മരിയ ജസ്റ്റ് മരിയ എന്ന കൃതിക്കാണ്. അപ്പോൾ 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൃതിയാണ് മരിയ ജസ്റ്റ് മരിയ. സമ്മാന തുക 2 ലക്ഷം രൂപയാണ്. മരിയ വെറും മരിയ എന്ന പേരിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകം എഴുതിയത് സന്ധ്യ മേരിയാണ്. അപ്പോൾ മലയാളത്തിൽ മരിയ വെറും മരിയ എന്ന പുസ്തകം എഴുതിയത് സന്ധ്യ മേരിയാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ജയശ്രീ കളത്തിലാണ്. അപ്പം സന്ധ്യ മേരി എഴുതിയ മരിയ വെറും മരിയ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ജയശ്രീ കളത്തിൽ. ഈ കൃതിക്കാണ് 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. സമ്മാനത്തുക 2 ലക്ഷം രൂപ. അപ്പോൾ ഇതുവരെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.